ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തു. പക്ഷെ അതൊരു സക്സസ് ആയിട്ട് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ ഞാൻ വ്ളോഗൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വാങ്ങിച്ചുകൊണ്ടത് സാധനങ്ങളൊക്കെ ടേബിളിൻ്റെ മുകളിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതിലുള്ള പലഹാരങ്ങളൊക്കെ മാറ്റി വെച്ച് ഇതിലൊക്കെ സംഭവങ്ങൾ നിറച്ച് വെക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞത് തണുത്തുണ്ടായിരുന്നു കേട്ടോ. കുറേ നായി വാങ്ങിച്ചിട്ട് ഇവിടെ ആരും ബേക്കറി കഴിക്കാറില്ല. ആ പാത്രത്തിലൊക്കെ ബേക്കറി ഒക്കെ ഞാൻ ഒഴിവാക്കി കേട്ടോ. കാരണം അത് ഭയങ്കര തണുത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ചായി വാങ്ങിച്ചിട്ട്. അങ്ങനെ ആ പാത്രം ഒഴിവാക്കി കഴുകി തുടച്ച് വൃത്തിയാക്കാൻ കേട്ടോ. കാരണം ഇതിൽ ഇനി കടലയും മുതിരിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ ആദർശന് വേഗം ഫുഡ് എടുത്തു കൊടുത്തു. എനിക്ക് ഫുഡ് വേണ്ടയ്ക്ക് വെച്ചിപ്പില്ല. എൻ്റെ രാത്രി ഫുഡ് നൈസായിട്ട് കട്ട് ചെയ്തേക്കാൻ കേട്ടോ. പിന്നെ ഇതാ ചേട്ടൻ ഇന്ന് ഫുഡ് കഴിച്ചപ്പോഴേക്കും ഞാൻ പോയിട്ട് ഇതൊക്കെ അടക്കി പറക്കി വെക്കാൻ കേട്ടോ. മുതിരിയും കടലയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ സെറ്റാക്കി വെക്കായിരുന്നു കേട്ടോ. റീസെൻ്റ്ലി ഞാൻ കുറച്ച് കമൻറ്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ അമ്മയുടെ സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടായി വെച്ചാൽ ആര് വേറെ കല്യാണം കഴിക്കുമോ എന്നുള്ളത്. എങ്ങനെയാണ് കഴിച്ച് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ തോന്നുന്നത്? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾക്ക് കുറേ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ട്രാക്കിൽ പോവാണ്. അതിൻ്റെ ഇടയിൽ ഈ മരണത്തിൻ്റെ കാര്യം എൻ്റെ ലൈഫും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് പോസിറ്റീവായിട്ടും ഈ വിരലുണ്ടാവുന്ന പേര് മാത്രമാണ് ഈ നെഗറ്റീവ് പറഞ്ഞിട്ട് വരുന്നുള്ളൂ. എന്തൊക്കെയായാലും കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് മാത്രമേ നമുക്കുള്ളൂ. നമുക്കിനി നമ്മുടെ ഒരു പുതിയ ജീവിതം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ 3 പേരായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഒരാൾ നമ്മുടെ അടുത്തുനിന്ന് ഇങ്ങനെ മാറിപ്പോകുമ്പോൾ അത് കുറച്ചൊന്ന് സെറ്റാവാൻ നമുക്ക് എന്തായാലും കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ പണിയുള്ളതാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും കൂടെ ഒതുക്കി വെച്ചു. പിന്നെ അടുക്കള ഫുള്ള് വൃത്തിയാക്കി 2 പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇതാ സിങ്കും അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച്. പിന്നെ രാവിലെ എനിക്ക് അധികം പണി ഉണ്ടാവില്ലല്ലോ. അത് കാരണം എനിക്ക് രാവിലെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെടുന്ന പണിയോട് ചെയ്യണം. എനിക്ക് ഇങ്ങനെ ആയം കളിച്ച് ചെയ്യേണ്ടത് തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേഗം ഇതിങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചേക്ക് പെട്ടെന്ന് എല്ലാം കഴിയുമല്ലോ. പിന്നെ ആദർശനെ ഫുഡ് കഴിച്ച് പാകൊന്ന് വൃത്തിയാക്കി. പിന്നെ ഈ 2 മാങ്ങയ്ക്ക് ഉണ്ണിമുളയിച്ച് ഇതിനെ പോകുമ്പോൾ തന്താണ് കേട്ടോ. പിന്നെ അവിടെയൊക്കെ തുടച്ചു. പിന്നെ എനിക്ക് രാവിലെ ഞാൻ കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. പുട്ടും കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കടലൊക്കെ വെള്ളത്തിലിട്ടു. പിന്നെ ഇതാ സബോളൊക്കെ ഇനി അരിഞ്ഞ് വെക്കണം. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചു. പിന്നെ രാവിലെ എനിക്ക് അധികം ടൈം കളയണ്ടല്ലോ. ഇതാ ചെങ്ങൊരു ഒഴുക്കിൽ ഇങ്ങനെ ചെയ്തു പോവും. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ കുറേ പേര് അമ്മയുടെ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ചിട്ടുണ്ടോ, അമ്മ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായി. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. പിന്നെ ഒരു 10:30 ആകുമ്പോഴാണ് നമ്മൾ കിടക്കാൻ പോയത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കിടക്കാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ എല്ലാവരും ഉള്ള സമയത്ത് അച്ഛൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു വെച്ചെങ്കിൽ ഞാൻ വേഗം പോയി കിടക്കും. അമ്മയും ആദർശേനൊക്കെ TV കണ്ടിരിക്കാറാണ് പതിവ്. അങ്ങനെ കിടന്നിട്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഉറങ്ങാൻ വേണ്ടിയിട്ട് മോളിക്ക് കയറിയപ്പോഴാണ് നമുക്ക് വീണ്ടും ഡൗട്ടായി വാതിൽ അടച്ചിട്ടുണ്ടോന്ന്. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദർശനം വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ കിടക്കുകയാണ്. എനിക്ക് കുളിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കണേക്കാൾ മുന്നേ ആദർശേട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ കുളി കഴിഞ്ഞിട്ട് വേണം എനിക്കും കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞാൻ കുളിച്ചു. ഇനി കിടന്ന് ഉറങ്ങണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.